അമേരിക്കൻ പോർ വിമാനം വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി വീണ്ടും ഇറാൻ. അത്യാധുനിക പോർ വിമാനമായ F-15 ഹോർമുസ് ദ്വീപിൽ വെടിവെച്ചിട്ടുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇതിനോട് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് വിമാനം വെടിവെച്ചിട്ടതാണ് ഇറാന്റെ വാദം. ഇറാന്റെ സംയുക്ത വ്യോമ പ്രതിരോധ കമാൻഡിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നതിന് മുൻപ് വിമാനം ഒരു മിസൈൽ വിക്ഷേപിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വിമാനത്തിന്റെയോ പൈലറ്റിന്റെയോ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തുവിട്ടിട്ടില്ല. നേരത്തെയും F-15 യുദ്ധവിമാനം വെടിവെച്ചിട്ട് എന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അന്ന് വിമാനം വീഴുന്നതിന്റെയും പൈലറ്റിന്റെയും വീഡിയോയും പിന്നാലെ പുറത്തു വന്നിരുന്നു. അതിനിടെ ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകി. കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു നൽകണമെന്നും ഇല്ലെങ്കിൽ ഇറാന്റെ വിവിധ ഊർജ്ജ പ്ലാന്റുകൾ തകർക്കുമെന്നുമാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ കുറിച്ചത്. ഭീഷണികൾ കൂടാതെ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നില്ല എങ്കിൽ അമേരിക്ക ഇറാന്റെ വിവിധ ഊർജ്ജ നിലയങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്നാണ് ട്രംപ് അറിയിച്ചത്. എന്നാൽ ഭീഷണിക്ക് വഴങ്ങില്ല എന്നും ഹോർമുസ് കടലിടുക്ക് ശത്രുക്കൾ ഒഴികെ എല്ലാവർക്കും തുറന്നു കിടക്കുന്നുവെന്നും അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനിലെ ഇറാൻ പ്രതിനിധി അലി മൗസവി പറഞ്ഞു. ശത്രുക്കളുടെയും അവരുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകൾ കടത്തിവിടില്ല. കപ്പലുകളുടെയും അവരുടെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ഇറാനിയൻ അധികാരികളുമായി ഏകോപനം ആവശ്യമാണെന്നും അലി മൗസവി കൂട്ടിച്ചേർത്തു. മാരിടൈം ഓർഗനൈസേഷനോടൊപ്പം മറ്റു രാജ്യങ്ങളോട് സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും മൗസവി പറഞ്ഞു. നയതന്ത്രത്തിനാണ് ഇറാൻ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ റവല്യൂഷണറി കോറും ട്രംപിന് മറുപടി നൽകി രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ഇന്ധന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ഈ മേഖലയിലെ അമേരിക്കയുടെയും സയനിസ്റ്റ് ഭരണകൂടത്തിന്റെയും എല്ലാം അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവും വ്യക്തമാക്കി. ഇറാനെതിരെ യുദ്ധം തുടങ്ങി 3 ആഴ്ച പിന്നിടുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലുള്ള പ്രതിസന്ധികളാണ് ട്രംപ് അഭിമുഖീകരിക്കുന്നത്. ആഗോള എണ്ണവില കുതിച്ചുയർന്നു. സഖ്യകക്ഷികളിൽ നിന്ന് ഒറ്റപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് കരുതിയ യുദ്ധത്തിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കേണ്ട സ്ഥിതിയുമെത്തി. പിന്നാലെയാണ് ഇറാന് മുന്നറിയിപ്പുമായി US രംഗത്തെത്തിയത്. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി അടക്കം ഉന്നതർ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ ഭരണകൂടം തകർന്നില്ല എന്നതും US ഇന്റലിജൻസ് വിഭാഗം സമ്മതിക്കുന്നുമുണ്ട്. ഇസ്രയേലുമായി ചേർന്ന് യുദ്ധലക്ഷ്യങ്ങൾ ഏറെക്കുറെ കൈവരിച്ചെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഗൾഫിലുടനീളം മിസൈൽ ആക്രമണം നടത്തിയും എണ്ണവാതക വിതരണം സ്തംഭിപ്പിച്ചും ചെറുത്തുനിൽപ്പ് ഇറാൻ തുടരുക തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ ആധിപത്യം തകർക്കാൻ നാറ്റോ സഖ്യകക്ഷികൾ സഹായിക്കാത്തതും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധക്കപ്പലുകൾ ഹോർമുസിലേക്ക് അയക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും സഖ്യകക്ഷികൾ വിമുഖത കാണിക്കുകയും ചെയ്തു. നാറ്റോ രാജ്യങ്ങളെ ഭീരുക്കളെന്നാണ് ട്രംപ് അതിനുശേഷം വിശേഷിപ്പിച്ചത്. ഇസ്രയേലിലെ ആണവ കേന്ദ്രത്തിന് സമീപം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 160-ലധികം പേർക്ക് പരിക്ക് പറ്റി എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തെക്കൻ ഇസ്രയേലിലെ ആണവ നിലയത്തിന് സമീപമുള്ള 2 നഗരങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രയേൽ വിശദമാക്കുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരമാണ് ഡിമോണയിൽ ബലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത്. അറാദിൽ 84 പേരും ഡിമോണയിൽ 78 പേരും ചികിത്സയിലാണെന്ന് ഇസ്രയേൽ വിശദമാക്കുന്നു. ഡിമോണയ്ക്ക് പുറത്ത് ഏകദേശം 13 കിലോമീറ്റർ അകലെയുള്ള ആണവ ഗവേഷണ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി അറിവില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കി. ശനിയാഴ്ച ഇറാന്റെ നദാൻസ് ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നീക്കമെന്ന് ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഞായറാഴ്ച ടെൽ അവീവിലുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് 7 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുമുണ്ട്. ഫെബ്രുവരി 28-ന് നടന്ന US ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ടെഹ്റാൻ ഇസ്രയേലിന് നേരെ 400 മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇസ്രയേൽ വ്യോമസേന വിശദമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.